പാരമ്പര്യമായിട്ട് വീട്ടുകാരുടെ നല്ലതൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും എല്ലാവർക്കും ഒരുപോലെ കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അലർജി, ശ്വാസം മുട്ട്, ഇതൊക്കെ. പക്ഷേ അതിൽ ഞങ്ങൾക്ക് വിഷമില്ല ഗൈസ്, ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അതങ്ങോട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ അപ്പേനെ കൊണ്ട് നെബുലൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. ഞാനൊരു അത്യാവശ്യം നല്ലൊരു മടിച്ചായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഹെയർ കെയർ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ താങ്ങാൻ ആളുകളിപ്പോൾ തളർച്ച കൂടുന്ന് പറയാറുണ്ടല്ലോ, അതുപോലെ തന്നെ വിഷ്ണു കൂടുതലപ്പോൾ പിന്നെ ഇതൊക്കെ വിഷ്ണു ചെയ്യും. അല്ലാത്ത ദിവസമൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ വിഷ്ണു എന്നോട് പറയും അതെടുത്തിട്ട് വാ ഇതെടുത്തിട്ട് വാന്ന്. നമ്മളെങ്ങാനും വെറുതെ ഇരിക്കുന്നത് കണ്ടാലേ ഇവർക്ക് ഇവിടുന്നോ ഇല്ലാത്ത എന്തൊക്കെയോ ഉള്ളിൽ തോന്നുട്ടാ. പിന്നെ നമ്മളോട് ഓരോന്ന് പറയിച്ചില്ലേ. അപ്പം ഇന്ന് വിഷ്ണുവിനോട് തലയിൽ ഹെഡ് മസാജൊക്കെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് തല കുളിച്ചതല്ലേ, തല കുളിച്ചാൽ നമുക്ക് അമ്പലത്തിൽ പോകണം. കാരണം വല്ലപ്പോഴാണ് തല കുളിക്കുക. പിന്നെ എനിക്ക് അമ്പലത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മുടെ മനസ്സിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ അമ്പലത്തിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു സമാധാനമാണ് കേട്ടോ. ഇന്ന് പോയപ്പോഴാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ കുറച്ച് നാളായിട്ട് അമ്പലത്തിലേക്കൊക്കെ വന്നിട്ട് അപ്പോൾ ഒത്തിരി വിശേഷങ്ങൾ പറയാണ്ടായിരുന്നു. ഞാൻ എല്ലാ കാര്യത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. അതുപോലെ തന്നെ ദൈവത്തെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴൊക്കെ വിഷമിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ അതിലും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കാര്യം ദൈവം എൻ്റെ ലൈഫിൽ നടത്തി തരാറുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.